ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വെഹിക്കിളിന്റെ ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ അഥവാ നിലവിലെ ലോണ് ക്ലോസ് ചെയ്യുന്നതിനുള്ള അപേക്ഷ എങ്ങനെ ഓൺലൈനായി സമർപ്പിക്കാം എന്നതാണ്. ആപ്ലിക്കേഷൻ ഓൺലൈനായി ചെയ്യാൻ ഡോക്യുമെന്റായി വേണ്ടി വരുന്നത് അപേക്ഷകന്റെ നിലവിലെ ആർ സി ഓണറുടെ ആധാർ കാർഡ്, ഫിനാൻഷ്യറുടെ കയ്യിൽ നിന്നും ലഭിച്ചിട്ടുള്ള NOC, ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഫോം 35 തുടങ്ങിയ കാര്യങ്ങളാണ്. NOC 6 മാസ കാലയളവിനുള്ളിലുള്ളതായിരിക്കണം. അതല്ല എങ്കിൽ പുതിയ NOC കളക്ട് ചെയ്ത ശേഷം മാത്രമേ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാൻ പാടുള്ളൂ. ഇനി എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. റീസെന്റ് ആയിട്ട് പരിവാഹന്റെ സൈറ്റിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് വരുന്ന ഹോം പേജിലെ അലേർട്ട് മെസ്സേജ് ഒന്ന് ക്ലോസ് ചെയ്ത് നൽകിയതിനു ശേഷം ഓൺലൈൻ സർവീസസ് എന്നുള്ള ഓപ്ഷനിലെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നെക്സ്റ്റ് കൺവേർട്ട് ആയിട്ട് വരുന്ന പേജിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് നൽകുകയാണ് വേണ്ടത്. ഞാനിവിടെ കേരള എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകുന്നുണ്ട്. ശേഷം ഓപ്പൺ ആയിട്ട് വരുന്ന ഹോം പേജിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ അതോറിറ്റി എന്നുള്ള ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അലേർട്ട് മെസ്സേജ് ഒന്ന് ക്ലോസ് ചെയ്ത് നൽകിയതിന് ശേഷം ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് നൽകാവുന്നതാണ്. ഞാനിവിടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടാണ് പ്രൊസീഡ് ചെയ്യുന്നത്. വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ വണ്ടിയുടെ നമ്പറാണ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. ഞാനിവിടെ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം പേജിന്റെ താഴെയായി നൽകിയിരിക്കുന്ന ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുന്നുണ്ട്. ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജിൽ ഏറ്റവും മുകളിലായി നൽകിയിരിക്കുന്ന പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. ഹോം പേജിലേക്ക് വരുന്നതാണ്. പേജിന്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ എന്നുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകിയതിനു ശേഷം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ വണ്ടി നമ്പർ കൊടുത്ത് പ്രൊസീഡ് ചെയ്തുകൊണ്ട് തന്നെ ഡിഫോൾട്ട് ആയിട്ട് വണ്ടി നമ്പർ അവിടെ വന്നിട്ടുണ്ട്. ചേസസ് നമ്പറിന്റെ ലാസ്റ്റ് 5 ഡിജിറ്റ് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. വെരിഫൈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ശേഷം പ്രൊസീഡ് ആയിട്ട് വരുന്ന പേജിൽ നിലവിൽ 2 ഓപ്ഷൻസ് എനേബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. യൂസിംഗ് മൊബൈൽ OTP, യൂസിംഗ് ആധാർ. മൊബൈൽ OTP യൂസ് ചെയ്താണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിച്ചതിന് ശേഷം ഡോക്യുമെന്റ്സ് നേരിട്ട് RTOയിൽ എത്തിക്കേണ്ടതാണ്. ആധാർ OTP യൂസ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈനായിട്ട് മാത്രം ചെയ്താൽ മതിയാകും. ഡോക്യുമെന്റ്സ് നേരിട്ട് RTOയിൽ എത്തിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ആധാർ OTP ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപേക്ഷകന്റെ ആധാർ കാർഡും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തതാണെങ്കിൽ മാത്രമേ ആധാർ OTP ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആധാർ OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന ഭാഗത്ത് ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. RC ഓണറുടെ ആധാർ കാർഡിന്റെ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം പേജിന്റെ താഴെയായി നൽകിയിരിക്കുന്ന ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഫോണിലേക്ക്, അതായത് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് OTP മെസ്സേജ് വരുന്നതാണ്. ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് വന്നിരിക്കുന്ന OTP കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. OTP ടൈപ്പ് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് OTP എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. ഞാനിവിടെ OTP ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം വാലിഡേറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുന്നുണ്ട്. നെക്സ്റ്റ് കണ്ടിന്യൂ ആയിട്ട് വരുന്ന പേജിൽ ഇവിടെ ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ എന്നുള്ള ഓപ്ഷൻ ഡിഫോൾട്ട് ആയിട്ട് എനേബിൾ ആയിട്ടുണ്ട്. നിലവിൽ ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ മാത്രം ചെയ്യാനാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതല്ല ഓണർഷിപ്പ് ചേഞ്ച് കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്തതിന് ശേഷം വരുന്ന പേജിൽ ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്ത് നൽകുകയാണ് വേണ്ടത്. ഞാനിവിടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് ടെർമിനേഷൻ മാത്രം ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ മുൻപ് ടെർമിനേഷനും ഓണർഷിപ്പ് ചേഞ്ചും എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ടെർമിനേറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ NOC ലഭിച്ചിരിക്കുന്ന തീയതി ഏതാണോ അതാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, NOCയുടെ വാലിഡിറ്റി 6 മാസമാണ്. 6 മാസ കാലയളവിനുള്ളിലുള്ള NOC ഉപയോഗിച്ച് തന്നെ ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ അഥവാ വെഹിക്കിൾ ലോൺ ക്ലോസിംഗിന്റെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതാണ്. NOC കാലാവധി കഴിഞ്ഞതാണെങ്കിൽ പുതിയ NOC ഫിനാൻഷ്യറുടെ കൈവശത്തിൽ നിന്നും ലഭിച്ചതിന് ശേഷം മാത്രം ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടതാണ്.
ടെർമിനേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകിയതിന് ശേഷം പേജിന്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. മറ്റു ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പേജിന്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നൽകിയതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് പേ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ്. ഞാനിവിടെ പേജിന്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വിവരങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം പേ നൗ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു അലർട്ട് മെസ്സേജ് വരുന്നതാണ്. അതിലെ ഡിക്ലറേഷൻ ഭാഗം ക്ലിക്ക് ചെയ്യുക. കൺഫേം ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പേയ്മെന്റ് ഗേറ്റ്വേ പേജിലേക്കാണ് വരുന്നത്. സെലക്ട് പേയ്മെന്റ് ഗേറ്റ്വേ എന്നുള്ള ഓപ്ഷനിൽ ട്രഷറി ഓപ്ഷനാണ് ചൂസ് ചെയ്ത് നൽകേണ്ടത്. ഞാനിവിടെ ഈ ട്രഷറി എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നെക്സ്റ്റ് പേജ് കൺവേർട്ട് ആയിട്ട് വരുന്നത് പേയ്മെന്റ് ഗേറ്റ്വേ പേജിലേക്കാണ്. നിലവിലെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI, QR കോഡ് ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെന്റ് അടച്ചു നൽകാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ പേയ്മെന്റ് ഗേറ്റ്വേ ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്ത് നൽകുന്നുണ്ട്. പേയ്മെന്റ് ഗേറ്റ്വേ 1 എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം പ്രൊസീഡ് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന GRN നമ്പർ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശേഷം വരുന്ന പേജിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് ഓപ്ഷൻസ് വീണ്ടും എനേബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ QR കോഡ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ QR കോഡ് എനേബിൾ ചെയ്തതിന് ശേഷം വാലറ്റ് ഉപയോഗിച്ച് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെന്റ് നടത്താവുന്നതാണ്. ഞാനിവിടെ QR കോഡ് ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം വാലറ്റ് യൂസ് ചെയ്ത് പേയ്മെന്റ് അടച്ചു നൽകുന്നുണ്ട്. ശേഷം പ്രൊസീഡ് ആയി പേയ്മെന്റ് സക്സസ് ആയതിനു ശേഷം ഇതുപോലൊരു പേജ് ആയിരിക്കും ലഭിക്കുക. പ്രിന്റ് ഫോം 35 എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇത് കൃത്യമായിട്ട് പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ്. ഈ ഒരു ഫോമിൽ നിലവിലെ വെഹിക്കിൾ ഓണർ ആയ വ്യക്തി സിഗ്നേച്ചർ ചെയ്തതിന് ശേഷമാണ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. ഞാനിവിടെ ഫോം പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകുന്നുണ്ട്. അപ്ലോഡ് ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫീ റെസിപ്റ്റും സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഫീ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യുന്നതിനായിട്ട് അപ്ലോഡ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുക. ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇതുപോലൊരു പേജ് ആയിരിക്കും. നിലവിലെ RC, ഓണറുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ NOC പേപ്പർ, ഫോം നമ്പർ 35 ഇത്രയും കാര്യങ്ങളാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ചൂസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡോക്യുമെന്റ് കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകുക. വ്യൂ ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അറ്റാച്ച് ചെയ്ത ഡോക്യുമെന്റ് കൃത്യമായി വന്നിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതുമാണ്. ഡോക്യുമെന്റുകൾ കൃത്യമായി അറ്റാച്ച് ആയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പ്രൊസീഡ് ഫർദർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെന്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ PDF ഫോർമാറ്റിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ്. എന്നാൽ മാത്രമാണ് ഡോക്യുമെന്റ് അപ്ലോഡ് ആകുക. വ്യൂ ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അറ്റാച്ച് ചെയ്ത ഡോക്യുമെന്റ് കൺഫേം ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് പേജ് കട്ട് ആകുകയാണെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഹോം പേജിൽ വന്നതിന് ശേഷം വണ്ടി നമ്പർ കൊടുത്ത് പ്രൊസീഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഞാൻ വീണ്ടും ഒന്നുകൂടി ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടെ വീണ്ടും വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം വണ്ടി നമ്പർ കൊടുത്ത് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ആയി വന്നിരിക്കുന്ന ഈ ഒരു പേജിലെ സ്റ്റാറ്റസിലെ റീപ്രിന്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന പേജ് വഴി നമുക്ക് വീണ്ടും ആപ്ലിക്കേഷൻ ഫോംസ് പ്രിന്റ് ഔട്ട് എടുക്കാനും നിലവിലെ ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനും സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചോ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കൃത്യമായിട്ടൊന്ന് നൽകുന്നുണ്ട്. അതിനുശേഷം അപേക്ഷകന്റെ വണ്ടിയുടെ നമ്പറും ചേസസ് നമ്പറിന്റെ ലാസ്റ്റ് 5 ഡിജിറ്റും ക്യാപ്ചയും നൽകിയതിനു ശേഷം ഷോ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. വിവരങ്ങളൊക്കെ കൃത്യമായി കൊടുത്ത് ക്യാപ്ചയും അടിച്ചതിന് ശേഷമാണ് ഷോ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. ശേഷം ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് ലഭിക്കുക. പ്രിന്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
വീണ്ടും നമുക്ക് ഈ ഒരു പേജിലേക്ക് വരും. അപ്ലോഡ് ഡോക്യുമെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി എല്ലാ ഡോക്യുമെന്റ്സും അറ്റാച്ച് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിലവിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരില്ല. ഡോക്യുമെന്റ് അറ്റാച്ച് ആയിട്ടില്ല എങ്കിൽ ഏത് ഡോക്യുമെന്റ് ആണോ അറ്റാച്ച് ചെയ്യാനുള്ളത് അതിന്റെ ഓപ്ഷൻ അവിടെ കാണിക്കുന്നതാണ്, അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാ ഡോക്യുമെന്റും അറ്റാച്ച് ആയതിനു ശേഷം ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഹോം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജിൽ വീണ്ടും ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ഓപ്ഷൻ ചൂസ് ചെയ്യുക, വണ്ടി നമ്പർ കൊടുക്കുക, പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം അപേക്ഷ കൺഫേം ചെയ്യുന്നതിനായിട്ട് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ നോ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വണ്ടി നമ്പർ കൊടുത്തതിന് ശേഷം ക്യാപ്ച അടിച്ച് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്താൽ നിലവിലെ അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് ലഭിക്കും. ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിലെ ക്ലിക്ക് ഹിയർ ഫോർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിലവിൽ അപേക്ഷയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ അപ്രൂവൽ ആയതിനു ശേഷം നമുക്ക് ഇതുപോലെ തന്നെ സൈറ്റിൽ നിന്നും RCയും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.